ഹൂതികളെ നേരിടാൻ ശേഷിയുള്ള രാജ്യമേതാണ്? സംശയം വേണ്ട, നമ്മുടെ ഇന്ത്യ തന്നെ. ഹൂതി ആക്രമണത്തിന് എണ്ണക്കപ്പൽ ഇരയായ വാർത്ത പുറത്തു വന്നിരുന്നു. ഈ പനാമ എണ്ണക്കപ്പലിനെ രക്ഷിച്ചെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ എത്തുന്നത്. കേരളത്തിനും അഭിമാനിക്കാം, കാരണം നാവികസേനയുടെ INS കൊച്ചിയും രക്ഷാദൗത്യത്തിൽ പങ്കാളിയായി. ചെങ്കടലിൽ വെച്ചായിരുന്നു ഹൂതികളുടെ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ ജീവനക്കാരെ അടക്കം 30 പേരെയും രക്ഷപ്പെടുത്തി. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് കപ്പലിന് നേരെ തൊടുത്തത്. കപ്പലിന് നിസ്സാര കേടുപാട് പറ്റിയെന്നാണ് US മിലിറ്ററി സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ഹൂതി സൈനിക വക്താവ് ആക്രമണം സ്ഥിരീകരിച്ചിരുന്നു. റഷ്യയിലെ പ്രിമോർസ്കിൽ നിന്ന് ഗുജറാത്തിലെ വാദിനാറിലേക്കുള്ള യാത്രയ്ക്കിടെ യമനിലെ മോച്ച തീരത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. നവംബറിന് ശേഷം ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ 50-ലേറെ മിസൈൽ ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തുന്നതുവരെ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതികളുടെ നിലപാട്. പനാമ പതാക ഉയർത്തിയിരുന്ന കപ്പൽ ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥയിലുള്ളതാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഹൂതികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ തടയാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് ഹൂതികൾ നേരത്തെ അറിയിച്ചിരുന്നു. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. ഷിപ്പിംഗ് ചെലവും ഇൻഷുറൻസ് തുകയും വർദ്ധിക്കും. ചരക്കുകൾക്കും വിലക്കയറ്റമുണ്ടാകും. ദൈർഘ്യമേറിയ പാതകൾ സ്വീകരിക്കാൻ അമേരിക്കൻ കപ്പലുകൾ നിർബന്ധിതരാകും. നിലവിൽ പല അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനികൾക്കും ഇൻഷുറൻസ് തുകയായി ഏകദേശം $50 മില്യൺ ചെലവ് വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇത് ഷിപ്പിംഗ് കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാണ്.